പ്രകൃതിയുടെയും സൗന്ദര്യം കൊണ്ട് ദൈവത്തിന്റെ താഴ്വര എന്നറിയപ്പെടുന്ന കുളു ഹിമാചൽ പ്രദേശിലാണ്. സംസ്ഥാനമാണ് നമ്മുടെ കേരളം. 44 നദികളും 34 കായലുകളും കൊണ്ട് സുന്ദരമാണ് നമ്മുടെ കേരളം. ദൈവത്തിന്റെ സ്വന്തം നാട് എന്നും അറിയപ്പെടുന്നു. മലയാളമാണ് കേരളത്തിന്റെ മാതൃഭാഷ. പ്രകൃതി സ്നേഹത്തിന്റെ സന്ദേശം പകർന്ന സുഗതകുമാരിയുടെ ഒരു തൈ നടാം എന്ന കവിതയാണ് ഞാൻ ഇവിടെ പാടാൻ പോകുന്നത്. ഞാൻ ആദിശ്രീ 5ബിയിൽ പഠിക്കുന്നു. CBSE തന്ന പ്രൊജക്റ്റ് ഭാഗമായി കേരളത്തിന്റെയും ഹിമാചൽ പ്രദേശിന്റെയും പ്രകൃതി ഭംഗിയാണ് ഞാൻ എൻ്റെ ചിത്രരചനയിൽ എടുത്തത്. കേരളം വൃക്ഷങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നു. പ്രകൃതി ഭംഗിയുടെയും പച്ചപ്പിന്റെയും ജലാശയങ്ങളുടെയും നാടാണ് കേരളം. ഹിമാചൽ പ്രദേശ് മഞ്ഞുകട്ടകളുടെയും താഴ്വരകളുടെയും ജലാശയങ്ങളുടെയും നാടാണ് ഹിമാചൽ പ്രദേശ്. കൂടാതെ മഹത്തായ ഹിമാലയ പർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. നന്ദി. 1956 നവംബർ 1 രൂപം കൊണ്ട സംസ്ഥാനമാണ് കേരളം. നമ്മുടെ കേരളത്തെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നും അറിയപ്പെടുന്നു. പ്രകൃതി ഭംഗിയുടെയും കാലാവസ്ഥയുടെയും കാര്യത്തിൽ വൈവിധ്യമാർന്നതാണ് നമ്മുടെ കേരളം. സുന്ദരമായ മലനിരകളും ഹരിത ഭംഗിയും പുഴകളും ദീർഘമായ കടൽ തീരങ്ങളും കേരളത്തിൻ്റെ പ്രകൃതിയെ കൂടുതൽ വൈവിധ്യമാക്കുന്നു. പശ്ചിമഘട്ട മലനിരകളെ കേരളത്തിൻ്റെ ഭംഗിയിൽ നിന്നും മാറ്റാവുന്നതല്ല. ഇന്ത്യയുടെ വടക്കൻ ഭാഗത്തുള്ള 18ാമത്തെ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. പ്രകൃതിയുടെ ഏറ്റവും സുന്ദരമാകുന്ന നദികളുടെ ഉത്ഭവവും പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ കുളു മണാലി എന്നിവയും ഹിമാചൽ പ്രദേശിലാണ്. മലനിരകളും കാടുകളും മഞ്ഞുവീണ താഴ്വരകളും
എല്ലാം ഇവിടുത്തെ പ്രധാന കാഴ്ചയാണ്. ആകാശത്തിൻ്റെ ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടമാണ് ഇവിടുത്തെ പ്രധാന കാഴ്ച. നന്ദി. ഞങ്ങളുടെ അതിമനോഹരമായ ഈ യാത്രയിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ പഠിച്ചെടുത്തു. അതിന് ഞങ്ങൾക്ക് അവസരം നൽകിയ ഞാങ്ങാട്രി ശ്രീ മഹർഷി വിദ്യാലയയുടെ മാനേജർ വിനയൻ സാറിനും സ്കൂൾ പ്രിൻസിപ്പൽ വിജയകുമാർ സാറിനും ഞങ്ങളുടെ ടീച്ചർക്കും ഞങ്ങളുടെ രക്ഷിതാക്കൾക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അജിത് പ്രസിദ്ധ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കേരളത്തിൻ്റെയും ഹിമാചൽ പ്രദേശത്തിൻ്റെയും പ്രകൃതി വ്യത്യാസങ്ങളാണ്. ആദ്യമായിട്ട് നമുക്ക് ഹിമാചൽ പ്രദേശിനെ കുറിച്ച് കൂടുതൽ അറിയാം. ഹിമാചൽ പ്രദേശ് ഇന്ത്യയുടെ വടക്കൻ ഭാഗത്തുള്ള 18ാമത്തെ സംസ്ഥാനമാണ്. പടിഞ്ഞാറൻ ഹിമാലയൻ താഴ്വരയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ചെറു സംസ്ഥാനം നിരവധി കൊടുമുടികൾ നിറഞ്ഞതും ഒട്ടേറെ നദികളുടെ ഉത്ഭവസ്ഥാനവും കൂടിയാണ്. ഹിമാചൽ പ്രദേശിന്റെ അധികം ഭാഗവും മലകൾ കൊണ്ട് നിറഞ്ഞതാണ്. മാൻഗ്രമാണ് ഏറ്റവും വലിയ മല, ലിയോപാർഡിൽ ഏറ്റവും ചെറുതും, പാപ്പസുറ, ഇൻഡോസൻഷില എല്ലാം ഹിമാചൽ പ്രദേശിന്റെ മലകളാണ്. ഹിമാചൽ പ്രദേശിന്റെ ചില നദികളെ കുറിച്ച് നമുക്ക് നോക്കാം. ബാസിൻ, സാറ്റ്ലജ്, ബീസ് എന്നിവയാണ് ഹിമാചൽ പ്രദേശിന്റെ നദികൾ. ഹിമാചൽ പ്രദേശിന്റെ ചില പൂക്കളെയും മരങ്ങളും നമുക്ക് പരിചയപ്പെടാം. പിങ്ക് റോഡോഡെൻഡ്രോൺ, തുലിപ്സ്, ഇറിസ് എന്നിവയാണ് പൂക്കൾ. ഫിർ, പൈൻ, ഡിയോഡ്രസെഡൻ എന്നിവ മരങ്ങളുമാണ്. ഹിമാചൽ പ്രദേശിനെ കുറിച്ച് മനസ്സിലായില്ലേ? ഇനി നമുക്ക് കേരളത്തിനെ കുറിച്ച് മനസ്സിലാക്കാം. ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് അറ്റത്തുള്ള സംസ്ഥാനമാണ് കേരളം. ഭൂപ്രകൃതി കാലാവസ്ഥയെ കൊണ്ട് വ്യത്യാസപ്പെടുന്നതാണ് കേരളം. ആനമുടി, ചമ്പ്ര, പൊന്മുടി എന്നിവയാണ് കേരളത്തിന്റെ പ്രധാനപ്പെട്ട മലകൾ. ഭാരതപ്പുഴ, പമ്പ, പെരിയാർ എന്നിവയാണ് പ്രധാന നദികൾ. ചെമ്പരത്തി, മന്ദാരം എന്നിവയാണ് പ്രധാനപ്പെട്ട പൂക്കൾ. തെങ്ങ്, പ്ലാവ്, ആലുമാവ് എന്നിവയാണ് പ്രധാനപ്പെട്ട മരങ്ങൾ. നമസ്കാരം, ഞാൻ അനന്യ ടി എ. ഞാൻ ഇവിടെ കേരളത്തെക്കുറിച്ചും ഹിമാചൽ പ്രദേശിനെക്കുറിച്ചുമാണ് പറയാൻ പോകുന്നത്. അത് നമുക്ക് കേരളത്തെക്കുറിച്ച് പറയാം. കേരളം ഒരു തീരപ്രദേശമാണ്. കേരളത്തിലെ ഭാഷ മലയാളമാണ്. മലയാളം നമ്മുടെ മാതൃഭാഷയാണ്. അവരുടെ ഭക്ഷണങ്ങൾ കൂടുതൽ അവർ കടൽ ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത്. അവരുടെ വസ്ത്രങ്ങൾ സെറ്റ് മുണ്ടും സെറ്റ് സാരിയുമാണ്. അവരുടെ ഉത്സവങ്ങൾ ഈദ്, ക്രിസ്മസ്, ഓണം എന്നിവയാണ്. അവരുടെ പാരമ്പര്യം ഹിന്ദുമതം, ക്രിസ്ത്യൻ മതം എന്നിവയാണ്. കേരളം മിതമായി ചൂടും ഈർപ്പമുള്ള മഴക്കാലം, പടിഞ്ഞാറ് 600 കിലോമീറ്റർ തീരവും കിഴക്ക് പടിഞ്ഞാറ് ഘട്ടവും ഉണ്ട്.
വിളകൾ അരി, വാഴപ്പഴം, തേങ്ങ, ചായ, കോഫി, റബ്ബർ എന്നിവയാണ്. അടുത്ത് നമ്മൾ പറയുന്നത് ഹിമാചൽ പ്രദേശിനെ കുറിച്ചുമാണ്. അവരുടെ ഭാഷയാണ് പഹാരി. അവരുടെ ഉത്സവങ്ങളാണ് ലോഹി, കുളുദസ. അവരുടെ വസ്ത്രങ്ങളാണ് ചോളി. അവരുടെ ഭക്ഷണങ്ങളാണ് ചന, ഗോസ്റ്റ്, ബേ എന്നിവയാണ്. ഹിമാചൽ പ്രദേശ് ഒരു മലയോര പ്രദേശമാണ്. അവരുടെ പച്ചക്കറികൾ ആണ് ഇവ. നന്ദി, നമസ്കാരം. നമസ്കാരം, ഞാൻ ബദിരാജ് പി. മഹാകവി കുമാരനാശാൻ കുട്ടികൾക്കായി രചിച്ച കവിതകളുടെ സമാഹാരമാണ് പുഷ്പവാടി. അതിലെ പ്രസിദ്ധമായ കവിതയാണ് പൂക്കാലം. ഋതുക്കളുടെ രാജാവായ വസന്തത്തിൻ്റെ വിലാസങ്ങളാണ് കവിതയുടെ പ്രമേയം. പൂക്കുന്നിതാ മുല്ല പൂക്കുന്നിലെന്നി, പൂക്കുന്നു തേന്മാവു പൂക്കുന്ന ശോകം, വായിക്കുന്നു വേലിക്കു വർണ്ണങ്ങൾ പോലെ, ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ. എല്ലാടവും പുഷ്പഗന്ധം പരത്തി, മെല്ലെന്നു തെക്കുന്നു വീശുന്നു വായു. ഉല്ലാസമീ നീണ്ട കൂക്കൂരവത്താൽ എല്ലാവർക്കും ഏകുന്നിതേ കോകിലങ്ങൾ. കാണുന്നിതാ രാവിലെ പൂവു തേടി, ക്ഷീണത്ത് മൂലാത്ത തേനീച്ച കാട്ടിൽ, പോണേറെ ഉത്സാഹം ഉൾക്കൊണ്ടി വയ്ക്കും, ദോണം വെളുക്കുന്നു ശസോ ഇതെല്ലാം. പാടങ്ങൾ പൊന്നിൻ നിറം പൂണ്ടു നീളെ, പാടിപ്പറന്നെത്തി തത്തയെല്ലാം, കേടറ്റ നെല്ലിൻ കതിർക്കാമ്പു കൊത്തി, കൂടാർ നദിക്കോർത്തു പോകുന്നു വാനിൽ. ചന്തം ധരിക്കീറയായി ശീതവും പോയന്തിക്കു പൂങ്കാവിലാളേറെയായി. സന്തോഷമേറുന്നു ദേവാലയത്തിൽ, പോന്തുന്നു വാദ്യങ്ങൾ, വന്നു വസന്തം, വന്നു വസന്തം, വന്നു വസന്തം. നാഗത്തിൽ നിന്നോമനെ നിന്നെ വിട്ടി, ലോകത്തിൽ ആനന്ദമേകുന്നിതീശൻ. ഇക്കൊല്ലമേ നിന്റെ പാദം തൊഴാം ഞാൻ, പോകൊല്ല പോകല്ല പൂക്കാലമേ നീ. ഇക്കൊല്ലമേ നിന്റെ പാദം തൊഴാം ഞാൻ, പോകൊല്ല പോകൊല്ല പൂക്കാലമേ നീ. പോകല്ല പോകല്ല പൂക്കാലമേ നീ. നന്ദി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അമലിക. ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു ചെറിയ പ്രൊജക്റ്റ് ആണ്. നിങ്ങൾ എല്ലാവരും കാണുക.
തീരത്ത് സ്ഥിതി ചെയ്യുന്ന കേരളവും തമ്മിൽ ഭൂപ്രകൃതിയിൽ മാത്രമല്ല കലാ സാംസ്കാരിക മേഖലകളിലും വളരെ അധികം വ്യത്യാസപ്പെട്ട് കിടക്കുന്നു. വലിയ കടൽ തീരങ്ങൾ കേരളത്തിന്റെ പ്രത്യേകതയാകുമ്പോൾ ഹിമാചൽ പ്രദേശ് മഞ്ഞുമലകളാൽ മൂടപ്പെട്ട് കിടക്കുന്നു. ഭക്ഷണശീലങ്ങളിലും വസ്ത്രധാരണ രീതികളിലും കേരളവും ഹിമാചൽ പ്രദേശും തമ്മിൽ വളരെ വ്യത്യാസം കാണാം. എന്നാൽ പുരുഷ സ്ത്രീ അനുപാതം, സാക്ഷരത, സാമൂഹിക ആരോഗ്യം, നിയമവാഴ്ച എന്നീ സൂചികകളിൽ കേരളവും ഹിമാചൽ പ്രദേശും തമ്മിൽ വലിയ സാമ്യം കാണാം.